മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റിമ എന്ന പെൺകുട്ടി കഞ്ചാവ് കേസിലും ഒരു 70കാരനെ ഹണി ട്രാപ്പിൽ പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലും പ്രതിയാണെന്നും ആ കേസുകൾ റിമയ്ക്കെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റിമയ്ക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ ഈ 2 ചെറുപ്പക്കാർക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഇവരെല്ലാവരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. എൻ്റെ കക്ഷിയായ മാർക്കോയെ മനഃപൂർവ്വം കള്ളക്കേസുണ്ടാക്കി ട്രാപ്പിൽ പെടുത്തിയതാണെന്നും അന്ന് സംഭവിച്ചതുൾപ്പെടെ എല്ലാ തെളിവുകളും കോടതി മുൻപാകെ കണ്ണൻ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ തെളിവുകളെല്ലാം കണ്ട് സത്യം ബോധ്യപ്പെടുന്ന കോടതി മാർക്കോയെ നിരപാധികം വിട്ടയക്കുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ച മേഘനാണെങ്കിൽ വീണ്ടും തോറ്റ് നാണം കെട്ട് വരുന്നുണ്ട്. എന്നെ മനഃപൂർവ്വം ഈ കേസിൽ പെടുത്താൻ നോക്കിയ മേഘനെ വെറുതെ വിടില്ല, ഇതിന് പ്രതികാരം തീർക്കും എന്നും മേഘൻ്റെ മുഖത്ത് നോക്കി തന്നെ വെട്ടി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ശേഷം മാർക്കോയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വക്കീൽ കോട്ട് അണിഞ്ഞത് എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കണ്ണനും മഹിയും അനന്തവും മാർക്കോയും ഒരുമിച്ചിരുന്ന് ലഞ്ചെല്ലാം കഴിച്ചാണ് പിരിയുന്നത്. പിന്നീട് സാഗറിനെ കണ്ടുമുട്ടുന്ന മേഘൻ അയാൾ കാരണമാണ് കണ്ണൻ എല്ലാം അറിഞ്ഞത്. ഞാൻ നിനക്ക് തന്ന പണത്തിൻ്റെ മുതലും പലിശയും നീ എനിക്ക് തിരിച്ചു തരണമെന്നും ഇല്ലെങ്കിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് സാഗറിനെ മർദ്ദിച്ച് അവശനാക്കുന്നുണ്ട്. ഇതെല്ലാം അതുവഴി വരികയായിരുന്ന മാർക്കോ കാണാൻ ഇടയാകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിരുന്നെങ്കിൽ എനിക്കുണ്ടായ പല പരാജയങ്ങളും ഒഴിവാക്കാമായിരുന്നു എന്ന് മേഘൻ പറയുമ്പോൾ സാറ് വിചാരിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയൊന്നുമല്ല മഹാലക്ഷ്മി. സാറെന്നല്ല ആര് വിചാരിച്ചാലും മഹാലക്ഷ്മിയെയും കണ്ണനെയും വേർപെടുത്താൻ കഴിയില്ല. മര്യാദയ്ക്ക് കണ്ണൻ സാറിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. കണ്ണൻ സാർ കമ്പനിയിൽ നിന്നും പുറത്താക്കിയതോടെ ആരും എനിക്ക് മറ്റൊരു ജോലി തരുന്നില്ല എന്നെല്ലാം സാഗർ പറയുമ്പോൾ ഞാൻ പറഞ്ഞേൽപ്പിച്ച പണി ഇന്ന് വൃത്തിയായി ചെയ്തില്ല, അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ പതനം. അവൻ്റെ പെങ്ങളെ കെട്ടിയിട്ട് പോലും ഒരു കാലണ അവൻ എനിക്ക് തന്നില്ല. ഇനി എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. എല്ലാത്തിനും നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സാഗറിനെ അവിടെ ഇട്ട് പൊതിരെ തല്ലുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ മേഘനുമായിട്ട് അടുത്ത ബന്ധം ഉള്ള ആരോ ആണ് അതെന്ന് മനസ്സിലാക്കുന്ന മാർക്കോയാണെങ്കിൽ മേഘൻ പോയതിന് ശേഷം സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് നടന്നതെല്ലാം സാഗർ മാർക്കോയോട് പറയുന്നുണ്ട്. അതിൽ നിന്നും തന്നെ പെണ്ണ് കേസിൽ കുടുക്കി നാറ്റിക്കാനാണല്ലോ മേഘൻ ശ്രമിച്ചത്. അതുകൊണ്ട് അയാൾക്കും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാനായിട്ട് മാർക്കോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സാഗറിനെയും കൊണ്ട് താമസ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം മേഘൻ്റെ സകല ചുറ്റിക്കളികളെക്കുറിച്ചും സാഗർ മാർക്കോയോടും ലോപ്പസിനോടും തുറന്നു പറയുന്നുണ്ട്. അവനെ വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ എന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ മാനസ എന്നുള്ളൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നും അവൻ ആ വകയിൽ ഒരു കുഞ്ഞുണ്ട്, അങ്ങനെ മേഘനെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും മാർക്കോയോടും ലോപ്പസിനോടും സാഗർ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാർക്കോ പറയുന്നുണ്ട്, സാഗർ ഇനി പേടിക്കണ്ട. സാഗറിനെ ഈ നിലയിലാക്കിയ മേഘനോട് സാഗറിന് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാം കൊണ്ടും നല്ലവനായ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കാൻ ശ്രമിച്ചതിന് എനിക്കും അവനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ഇന്ന് മുതൽ അവൻ നട്ടം തിരിയാൻ പോവാണ്. അവന് സ്വസ്ഥതയില്ലാതെ വാലിന് തീ പിടിച്ച പോലെ ഓടുമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. പിന്നീട് മേഘനാണെങ്കിൽ മാർക്കോയോട് പ്രതികാരം ചെയ്യുമെന്നും അവൻ ഇനി ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങില്ല എന്നെല്ലാമാണല്ലോ വീട്ടുകാരുടെ മുന്നിൽ വീമ്പ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ തോറ്റ് നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയായി. ഇനി മഞ്ജു ഉൾപ്പെടെ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ളൊരു അങ്കലാപ്പിൽ നിൽക്കുകയാണ് കേട്ടോ മേഘൻ. അതിനുശേഷം മഞ്ജു ആണെങ്കിലും പതുക്കെ മേഘൻ്റെ ആ തനി നിറം തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നുണ്ട്. കണ്ണേട്ടൻ മേഘനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് മെല്ലെ മഞ്ജുവിന് തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ ആക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കരുണയിൽ നിന്നും അറിയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളിത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇതിൻ്റെ പേരിൽ വീട്ടിനകത്ത് സംസാരം ഉണ്ടാവണം. മോള് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. എങ്കിൽ സ്വത്തുക്കളെല്ലാം അവൻ ഭാഗം വെച്ച് തരട്ടെ. മോളിതൊന്നും ഒരിക്കലും വെറുതെ വിടരുത് എന്നെല്ലാം കരുണയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് സാഗറിൽ നിന്നും മാനസയെപ്പറ്റി സകല വിവരങ്ങളും മാർക്കോ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മേഘനും മാനസയും അപ്പുമോനും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മാർക്കോ അയച്ചു കൊടുക്കുന്നുണ്ട്. അതോടുകൂടി മേഘൻ്റെ സകല ചതിയും തെളിവ് സഹിതം തന്നെ മഞ്ജുവിന് ബോധ്യമാവുന്നുണ്ട് കേട്ടോ.
അങ്ങനെ മേഘനോട് തന്നെ സമൂഹത്തിന് മുന്നിൽ നാറ്റിക്കാൻ ശ്രമിച്ച മേഘനോട് അതേ നാണയത്തിൽ തന്നെയാണ് കേട്ടോ മാർക്കോ തക്ക തിരിച്ചടി കൊടുക്കുന്നത്. അതോടുകൂടി മേഘൻ്റെ പതനം അവസാനിക്കാൻ തുടങ്ങുകയാണ്. ജോലിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കുടുംബജീവിതവും അവതാളത്തിലാവുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്